ഇടുക്കി കട്ടപ്പന ബസ് സ്റ്റാൻഡിനായി നിർമ്മിക്കുന്ന കമാനം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന പരാതി വരുന്നുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള കമാനത്തിന്റെ ഒരു ഭാഗം 2 ട്രാൻസ്ഫോമറുകൾക്ക് ഇടയിലാണ്. കമാനത്തിന്റെ മുകൾ ഭാഗവും ട്രാൻസ്ഫോമറും തമ്മിലുള്ള ദൂരം ഒരു കൈ അകലം മാത്രം. ദൃശ്യങ്ങൾ നോക്കൂ. എന്നാൽ ബേസ്മെന്റിന് ആവശ്യമായ അകലം ഉണ്ടെന്നാണ് കട്ടപ്പന KSEBയുടെ വിശദീകരണം. രാഹുൽ സുരേഷ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാഹുൽ സുരേഷ്, ട്രാൻസ്ഫോമറും അതുപോലെ കമാനവും തമ്മിലുള്ള അകലം അവിടെ ചെന്ന് അളന്നു നോക്കുമ്പോൾ എത്രയുണ്ട്? പരമാവധി ഒരു കൈ അകലം മാത്രമാണ് ഈ ട്രാൻസ്ഫോമറും ഈ കമാനവും തമ്മിലുള്ള ദൂരം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ കാണുന്നതാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഈ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തികളൊക്കെ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കമാനം നഗരസഭ സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. നോക്കൂ, 2 ട്രാൻസ്ഫോമറുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 2 ട്രാൻസ്ഫോമറിന്റെ നടുഭാഗത്തായിട്ടാണ് ഈ കമാനത്തിന്റെ മുകൾ ഭാഗം നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ കൃത്യമായ അകലങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ കമാനം സ്ഥാപിക്കുമ്പോൾ വേണമെന്ന കർശനമായ നിയമമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കമാനം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നഗരസഭയുടെ ഉദ്ദേശ ലക്ഷ്യമൊക്കെ നല്ലതാണ്, പക്ഷേ അപകടം വിളിച്ചു വരുത്തുന്നതാണ് ഈ സമീപനം എന്നതാണ് പറയാനുള്ളത്. നോക്കൂ, ഇതിന്റെ ചുവട് ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം. 6 സ്ക്രൂകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. ആവശ്യമായ കല്ലുകളൊക്കെ ഈ തൊട്ട് താഴെ വെച്ചിട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ KSEB പറയുന്ന കാര്യം, ഇതിന്റെ ബേസ്മെന്റും ഈ ട്രാൻസ്ഫോമറും തമ്മിൽ ആവശ്യത്തിന് അകലമുണ്ട്, അതുകൊണ്ടാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ മുകൾ ഭാഗത്തെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറയുന്നു മുകൾ ഭാഗത്തെ അകലം പരിശോധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. നമ്മൾ നഗരസഭ ചെയർപേഴ്സണോട് വിവരങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുന്ന ആളുകൾ വികസന വിരോധികളാണെന്നാണ് നഗരസഭയുടെ പ്രതികരണം. ഇപ്പോൾ പൊതുപ്രവർത്തകരൊക്കെ നമ്മളോട് ചേരുന്നുണ്ട്. ഈ പരാതി ഉന്നയിക്കുന്ന ആളുകൾ വികസന വിരോധികളാണെന്നാണ് നഗരസഭയുടെ പ്രതികരണം. കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ റോഡുകളാണ് താറുമാറായി ശാപമോക്ഷം കാത്തു നിൽക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട റോഡ് ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇരിക്കുന്ന മുനിസിപ്പൽ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ വരെയുള്ള റോഡാണ്. ആ റോഡിൻ്റെ ഒരു സൈഡ് മൊത്തം ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഈ പ്രശ്നത്തിലേക്ക് വന്ന അപ്പോൾ അത് നന്നാക്കാൻ പോലും മെനക്കെടാതെയാണ് ഇവിടെ ഇപ്പോൾ അടിയന്തരമായി 60 ലക്ഷം രൂപ ഈ മൊത്തം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് മെയിൻ്റനൻസിന് വേണ്ടി 60 ലക്ഷം രൂപ വെച്ചിട്ട് അതിൽ 10 ലക്ഷം രൂപ മുടക്കിയാണ് ഈ കമാനം വെച്ചിരിക്കുന്നത്. ആ ബോർഡിൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അന്വേഷിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള ഉത്തരവാണ് അതിൻ്റെ അനുസൃതമായിട്ടാണ് ഇതിന് അനുമതി കൊടുത്തതെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 2 ട്രാൻസ്ഫോമറുകളാണ് അവിടെ ഇരിക്കുന്നത്. 250 കിലോവാട്ട് ആംപിയറുള്ള 2 ട്രാൻസ്ഫോമറുകളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ട്രാൻസ്ഫോമറിന് തൊട്ടടുത്താണ് യാർഡുള്ളത്. ആ യാർഡിൽ നിന്ന് 2.5 മീറ്റർ മുതൽ 3 മീറ്റർ അകലത്തിൽ മാത്രമേ, 1 മീറ്റർ പോലും ഇല്ലല്ലേ, 1 മീറ്റർ പോയിട്ട് 10 സെന്റിമീറ്ററോളം വരുന്നുള്ളൂ. 3 മീറ്റർ അകലമെങ്കിലും വേണം മറ്റെന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുവാൻ. ഏതെങ്കിലും ഒരു ബസ് എന്തെങ്കിലും കാരണവശാൽ ഈ കമാനത്തിലേക്ക് ഇടിച്ചാൽ ആ കേഡറുകൾ, ഇരുമ്പ് കേഡറുകളാണ് അത് ട്രാൻസ്ഫോമറിലേക്ക് വീഴുകയും വൻ ദുരന്തം ഉണ്ടാവുകയും ചെയ്യും. സുജയ പാർവതി, പ്രധാന റോഡിനോട് ചേർന്നാണ് ഈ കമാനം ഇരിക്കുന്നത്. 2 ഭാഗത്തു നിന്നും ബസ്സുകൾ വരുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇതിപ്പോൾ കുമളിയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണ് ഈ കാണുന്നത്. കുമളിയിൽ നിന്ന് ഒരു ബസ് വേഗതയിൽ വന്ന് ഈ ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയാണെങ്കിൽ ഒരു പക്ഷേ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ അല്പ സ്പീഡ് കൂടുതലാണെങ്കിൽ നേരെ വന്ന് ഇടിക്കാൻ പോകുന്നത് ഈ കമാനത്തിലേക്കായിരിക്കും. ഇത് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കമാനം കൂടിയാണ്. ഈ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ കമാനം അതൊന്നുകൂടി ഒന്ന് പരിശോധിക്കണം. അകലമുണ്ടെന്ന് പറഞ്ഞാലും അകലെയാണെങ്കിലും എത്ര അടുപ്പത്തിലാണ് എന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ രാഹുൽ സുരേഷ്, അതിന്റെ അടുത്തു നിന്നൊക്കെ ഒന്ന് മാറി നിന്നോളൂ. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണമല്ലോ. ബേസ്മെന്റിന് ആവശ്യമായ അകലമുണ്ട്, പക്ഷേ മുകളിലേക്ക് വരുമ്പോൾ ആ അകലം അടുപ്പമായി മാറുന്നുണ്ട്. അപ്പോൾ മുകളിലാണെങ്കിൽ അടുപ്പമാകാം എന്നതാണോ KSEBയുടെ തീരുമാനം എന്നറിയില്ല.